back to our science class. Today we are going to start with a new topic, that is food pipe and esophagus. There is a topic that we are already studying about the digestive system in human. Okay. Today we are going to study about food pipe or esophagus. Before that, we are going to study about tongue. What is tongue? Tongue is a fleshy muscular organ attached to the back floor of the buccal cavity. What is buccal cavity? Namukare mouthum, nammal salivary glandum ellam varuna portion aanu buccal cavity ennu parayunnathu. So, what is tongue? Tongue is a muscular organ attached back to the floor of the buccal cavity. Okay. And what is the function of tongue? Tongue is a function in the tongue also helps. We use our tongue for talking. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ ടങ് ഉപയോഗിക്കുന്നു. അതുപോലെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഫുഡൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടങ് ഉപയോഗിക്കുന്നു. അപ്പം ഇറ്റ് മിക്സസ് സലൈവ വിത്ത് ദ ഫുഡ് ഡ്യൂറിങ് ചൂവിങ് and helps in swallowing the food. അതായത് ടങ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടങ് മിക്സസ് സലൈവ വിത്ത് ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നന്നായിട്ട് ചവച്ചരയ്ക്കുമ്പോഴത്തേന് ആ ഫുഡിനെ സലൈവയായിട്ട് മിക്സ് ചെയ്യുന്ന ആരാണ്? ടങ്ങാണ്. അപ്പം ഇറ്റ് മിക്സസ് സലൈവ വിത്ത് ദ ഫുഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ swallowing ഫുഡ്. ഫുഡ് അതുപോലെ ചവച്ചരച്ചതിന് ശേഷം വിഴുങ്ങാനായിട്ട് സഹായിക്കുന്നതും ടങ്ങാണ്. It helps in swallowing food. ഫുഡിനെ വിഴുങ്ങാൻ സഹായിക്കുന്നു. It also tastes food with we also taste food with our tongue. നമ്മൾ ടങ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടേസ്റ്റ് ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ അറിയുന്നത്. We also taste food with our tongue. പിന്നെ ടങ്ങിൽ ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ആണ്. It has taste buds. There is a picture in your textbook. Can you see this? This is the picture of tongue. We also taste food with our tongue. It has taste buds that detect different taste of food. അതായത് ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് അതിപ്പം സ്വീറ്റ് ആണെങ്കിലും അതുപോലെ സോൾട്ട് ആണെങ്കിലും അങ്ങനെ പല പല ടേസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ബഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ടൂത്ത് ഡീക്കേ. നമുക്കറിയാം നമ്മൾ ധാരാളം ചോക്ലേറ്റ് അതുപോലെ സ്വീറ്റ്സ് ഒരുപാട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടൂത്ത് എല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ടൂത്ത് ഡീക്കേക്ക് കാരണമാകും. ഓക്കെ. There is a picture in your textbook. Can you see this? This is sweets and tooth decay. Normally bacteria are present in our mouth, but they are not harmful to us. However, if we do not clean our teeth and mouth after eating, many harmful bacteria also begin to live and grow in it. അതായത് നമ്മൾക്കറിയാം നമ്മുടെ മൗത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ഒക്കെ കാണും, പക്ഷെ അതൊന്നും ഹാർംഫുൾ ആയിട്ടുള്ളതല്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമ്മുടെ ടീത്ത്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ മെനി ഹാർംഫുൾ ബാക്ടീരിയ ഓൾസോ ബിഗിൻ ടു ലീവ് ആൻഡ് ഗ്രോ ഇൻ ഇറ്റ്. അതായത് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ വളരാനായിട്ട് കാരണമാകുന്നു. അതുപോലെ തന്നെ ദീസ് ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ദ sugar present from the leftover food and release acid. The acid gradually damages the teeth. Okay. This is called tooth decay. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയ ഹാർംഫുൾ ബാക്ടീരിയ വളരാൻ കാരണമാകും. നമ്മൾ നല്ല രീതിയിൽ ടീത്തൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ബാക്ടീരിയ വളരും. ദീസ് ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ദ ഷുഗർ പ്രസൻറ്റ്
ഫ്രം ദ ലെഫ്റ്റ് ഓവർ ഫുഡ്. അതായത് നമുക്കറിയാം, നമ്മൾ നല്ലതായിട്ട് പല്ല് ഒന്നും തേച്ചില്ലെങ്കിൽ ഈ വായിൽ വരുന്ന അവശിഷ്ടങ്ങളിലൊക്കെ ഈ ബാക്ടീരിയ വളരും. അത് ഈ അതായത് ഷുഗറിനെ ആസിഡ് ഫോമിലോട്ട്, അതായത് ആസിഡ് ഈ ബാക്ടീരിയ ഈ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ് ഈസ് ഗ്രാജുവലി ഡാമേജ് ദ ടീത്ത്. ഈ ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തേനാണ് നമ്മുടെ ടീത്തൊക്കെ കേടായി പോകുന്നത്. ദാറ്റ് കോസ് ടൂത്ത് ഡീക്കേ. നെക്സ്റ്റ് ഈസ് ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. ഫുഡ് പൈപ്പ് ഈസ് ഓൾസോ കോൾഡ് ഈസോഫാഗസ്. ഫുഡ് പൈപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് ഈസോഫാഗസ്. The swallowed food passes into the food pipe or esophagus. നമുക്കറിയാം, നമ്മൾ വായിൽ വെച്ച് നന്നായിട്ട് ചവച്ചരയ്ക്കുന്ന ഫുഡ് നമ്മുടെ ഫുഡ് പൈപ്പിൽ കൂടെ അല്ലെങ്കിൽ ഈസോഫാഗസിൽ കൂടിയാണ് സ്റ്റൊമക്കിലേക്ക് പോകുന്നത്. The food pipe runs along the neck. Along the neck and the chest. The food is pushed down by the movement of the wall of the food pipe. അതായത് ഫുഡ് പൈപ്പിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ്, ഫുഡ് പൈപ്പിൻ്റെ വോളിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കും ഫുഡ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. ആക്ച്വലി ദിസ് മൂവ്മെൻറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ എലമെൻ്ററി കനാൽ. എലമെൻ്ററി കനാലിൽ ഫുള്ളായിട്ടും ഈ ഒരു മൂവ്മെൻറ്റാണ് കാണപ്പെടുന്നത്. ഓക്കെ. And at the time the food is not accepted by your stomach and is vomited out. അതായത് ഫുഡ് വേണ്ട രീതിയിൽ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയില്ലെങ്കിൽ അത് വോമിറ്റിങ്ങിന് കാരണമാകും. നമ്മളത് വെളിയിലേക്ക് വോമിറ്റ് ചെയ്ത് കളയും. ഓക്കെ. നെക്സ്റ്റ് ഈസ് സ്റ്റൊമക്ക്. ക്യാൻ യു സീ ദിസ്? സ്റ്റൊമക്ക് ഈസ് ലൈക്ക് എ തിക്ക് വോൾഡ് ബാഗ്. അതായത് ഒരു ബാഗ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ്, എലമെൻ്ററി കനാലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഷേപ്പ് ഈസ് ലൈക്ക് എ ഫ്ലാറ്റൻഡ് ജെ. അതായത് ജെ ഷേപ്പിലായിരിക്കും സ്റ്റൊമക്ക് കാണുന്നത്. ഓക്കെ. ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് സ്റ്റൊമക്ക്, ഫ്ലാറ്റൻഡ് ജെ ഷേപ്പ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ഫ്ലാറ്റൻഡ് ജെ ഷേപ്പ്. And it is the widest part of the elementary canal. എലമെൻ്ററി കനാലിൻ്റെ നമുക്കറിയാം, മൗത്ത് തൊട്ട് എയ്നസ് വരെയാണ് എലമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ്സ് ഫുഡ് ഫ്രം ദ ഫുഡ് പൈപ്പ്. അതായത് ഫുഡ് പൈപ്പിൽ നിന്ന് ഫുഡിനെ റിസീവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സ്റ്റൊമക്കിലേക്കാണ്. ആൻഡ് at one end and opens into the small intestine at the other end. അതായത് ഇതിൻ്റെ ഒരു ഭാഗം, ഈ ഫുഡ് പൈപ്പിൻ്റെ ഒരു ഭാഗം സ്റ്റൊമക്കിലേക്ക് തുറക്കുന്നു, അതുപോലെ സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇത് ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക് സെക്രീറ്റ്സ് മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസ്. അതായത് ഈ സ്റ്റൊമക്കിൻ്റെ അകത്ത് ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക് സെക്രേറ്റ് മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക്. ദ ആസിഡ് കിൽസ് മെനി ബാക്ടീരിയ ദാറ്റ് എൻ്റർ എലോങ് വിത്ത് ദ ഫുഡ്. നമുക്കറിയാം, നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ബാക്ടീരിയ, അതായത് സ്റ്റൊമക്കിൽ ഫുഡിൻ്റെ കൂട്ടത്തിൽ എൻ്റർ ചെയ്യുന്ന ബാക്ടീരിയയെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ആസിഡിൻ്റെ ഫങ്ഷൻ. And makes the medium in the stomach acidic and helps the digestive juice to act. The digestive juice break down the protein into simpler substance. ഈ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസാണ് പ്രോട്ടീൻസിനെ സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതായത് സ്റ്റൊമക്ക് കഴിഞ്ഞ് അടുത്ത ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ക്യാൻ യു സീ ദിസ്? Small intestine is highly coiled and about 7.5 meters long. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നീളം എന്ന് പറയുന്നത് 7.5 meters ആയിരിക്കും. ഇറ്റ് റിസീവ്സ് സെക്രീഷൻ ഫ്രം ദ ലിവർ ആൻഡ് ദ പാൻക്രിയാസ്.
പാൻക്രിയാസും ലിവറും സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസിനെ റിസീവ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ബിസൈഡ്സ് ഇറ്റ്സ് വോൾ ഓൾസോ സെക്രീറ്റ് ജ്യൂസ്. ഓക്കെ, ദ ലിവർ ഈസ് എ റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ്. ലിവർ എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്. സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡോമൻ. അതായത് നമ്മുടെ അബ്ഡോമൻ്റെ അപ്പർ പാർട്ടിലാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ലിവർ. It is reddish brown in color and it is situated in the upper part of the abdomen. And it secretes bile juice. Liver secrete ചെയ്യുന്ന ജ്യൂസാണ് bile juice എന്ന് പറയുന്നത്. That is stored in the sac called ഗൾ ബ്ലാഡർ. അതായത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത് ഗൾ ബ്ലാഡറിലാണ്. ദ ബൈൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഈ ബൈലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ഡൈജഷൻ ഓഫ് ഫാറ്റിൻ്റെ ഡൈജഷനാണ്. ദ പാൻക്രിയാസ് ഈസ് എ ലാർജ് ക്രീം കളേർഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന് താഴെയായിട്ട് കാണപ്പെടുന്ന ക്രീം കളറിൽ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട് ഓൺ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് ചേഞ്ചസ് ദം ഇൻ ടു സിംപ്ലർ ഫോം. ഓക്കെ, അപ്പോൾ ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, അതുപോലെ പ്രോട്ടീൻസ് അതിനെ സിംപ്ലർ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് then the partially digested food now reaches the lower part of the small intestine. അതായത് പാർഷ്യലായിട്ട് ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലോവർ പാർട്ടിൽ വരുന്നു. ഇത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് all components of the food. The carbohydrates get broken into simpler sugar such as glucose, fats into fatty acid and glycerol and protein into amino acid. അതായത് നമ്മുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈന് ലോവർ പോർഷനിൽ വരുന്ന പാർഷ്യൽ ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡിനെ അത് കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് ഷുഗർ ആക്കുന്നു, ഗ്ലൂക്കോസ് പോലെ ആക്കുന്നു. അതുപോലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ആക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അബ്സോർഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, and we will discuss the absorption in the small intestine in the next class. Okay, thank you. These are all today's topic. To study well, we will meet in the next class. Thank you.